അതായത് ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. മെന്റലി ഫിസിക്കലി ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോയ കുറെ സമയങ്ങളായിരുന്നു. അപ്പൊ നമുക്ക് അതായിരുന്നു വലുത്. കഴിഞ്ഞ ദിവസം പാലക്കാട് മുണ്ടൂരില് വീടിനടുത്ത് വെച്ച് ഒരു 22 വയസ്സുകാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടൊരു വാർത്ത നിങ്ങളിൽ പല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ മരണപ്പെട്ടത് മറ്റാരുമല്ല, ഡയമണ്ട് കപ്പിൾസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ആൻമേരി എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ സഹോദരനായിരുന്നു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലിൽ, അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ, അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള അഖിൽ രാമചന്ദ്രൻ ആ ഒരു ചേർന്നിട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വായിക്കാം. ഞങ്ങളുടെ പ്രിയ സഹോദരൻ അലൻ ജോസഫ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഞങ്ങളെ വിട്ടു പിരിഞ്ഞത് എല്ലാവരും അറിഞ്ഞു കാണും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഈ ഒരു കേസിലാണെങ്കിൽ അവിടുത്തെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന വലിയൊരു വീഴ്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവരുടെ ആണെങ്കിൽ ആ ഒരു ഏരിയയിൽ ഏകദേശം ഒരു 5 പേരോളം എങ്ങാണ്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടെന്നുള്ളതൊക്കെ ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മീഡിയാസിന് മുന്നിലൊക്കെ വന്നിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിരന്തരമായിട്ട് അവിടെ ഇത്തരം കാട്ടാനയുടെ ആക്രമണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും വീണ്ടും എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു, പലരുടെ അല്ലെങ്കിൽ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നിരിക്കുന്ന വീഴ്ച കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ എന്തിനാണെങ്കിലും കുറച്ച് നാളുകളായിട്ട് ഇവർ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അത്ര വലിയ ആക്റ്റീവോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് അത്രയും ആക്റ്റീവ് ആവാണ്ടിരുന്നത് എന്നുള്ളൊരു കുറച്ച് റീസൺസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ചേച്ചി പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വെക്കാം. ഇവിടം വരെ എത്തിച്ചത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ഇതൊക്കെ കാരണമാണ്. നമ്മള് അങ്ങനെ തുടങ്ങിയ ലൈഫ് 4 പേര് അറിഞ്ഞ് അങ്ങനെ ഒരു ഇങ്ങനെ നിങ്ങളെപ്പോലുള്ള സബ്സ്ക്രൈബേഴ്സിന്റെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തി. അപ്പൊ നമ്മളെ വീഡിയോ കാണാത്ത അവരും വിചാരിക്കേണ്ടാവും എന്തുകൊണ്ട് ഇവരിപ്പോ ഒന്നും വീഡിയോ ഇടുന്നില്ല. നമുക്കും അത് ആ ഒരു ഇത് കായണം എന്നൊന്നും ആഗ്രഹമില്ല. നമുക്കും ഇനി നിറയെ വീഡിയോസ് ചെയ്യണം, ഒന്നും കൂടെ വീണ്ടും വീഡിയോസ് ഒക്കെ ചെയ്ത് അത്യാവശ്യം വീണ്ടും റീച്ച് ആവണം. ഞങ്ങളുടെ സന്തോഷങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണം തന്നെയാണ് ആഗ്രഹം. പക്ഷെ നമുക്ക് ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകും. എപ്പോഴും ഒരാൾക്ക് ഹാപ്പിനെസ് മാത്രമാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അല്ലല്ലോ. നമ്മുടെ എല്ലാം നിറഞ്ഞതാണ് ലൈഫിൽ. എപ്പോഴും സന്തോഷം മാത്രം ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യങ്ങളായിരിക്കില്ല. അതൊക്കെ കൊണ്ടാണ് നമ്മള് വീഡിയോ എടുക്കാത്തത് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ഫുൾ ഹോസ്പിറ്റൽ കേസാണ്. അതായത് എപ്പോഴും ആശുപത്രിയിൽ ഇറങ്ങാൻ സമയമില്ലാത്ത കുറച്ച് നാളുകളാണ്. അതായത് ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. മെന്റലി ഫിസിക്കലി ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോയ കുറെ സമയങ്ങളായിരുന്നു. അപ്പൊ നമുക്ക് അതായിരുന്നു വലുത്. നമ്മുടെ ഹെൽത്ത് നോക്കണം, നമ്മുടെ മക്കള്, അവരുടെ കാര്യങ്ങൾ നോക്കണം, അതൊക്കെയായിരുന്നു വലുത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാത്തതിന്റെ മെയിൻ ഒരു റീസൺ നമ്മുടെ ഹോസ്പിറ്റൽ കുറച്ച് നാളുകളായിട്ട് അവർ ആ ഒരു ഹോസ്പിറ്റൽ കേസ്, അതായത് മെന്റലി ഫിസിക്കലി ഒക്കെ തളർന്ന് ആ ഒരു സിറ്റുവേഷനിലൂടെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ചാനലിലൂടെ വീഡിയോസ് ഒന്നും അട്രാക്റ്റീവ് ആയിട്ട് വരാണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലൂടെ പൊക്കോണ്ടിരുന്ന അവർക്കാണ് പെട്ടെന്ന് വലിയൊരു ട്രാജഡി പോലെ സഹോദരൻ്റെ ഒരു മരണ വാർത്ത അവരിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ മുമ്പ് ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എൻ്റെ ഒരു കസിൻ ബ്രദർ അംജിത്ത് അവനൊരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എൻ്റെ സ്വന്തം അനിയനല്ല അവൻ, പക്ഷേ ഒരു കസിൻ ബ്രദറാണ്. അന്നുണ്ടായിട്ടുള്ള ഒരു വേദനയൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഭീകര അവസ്ഥയാണ്. ഇപ്പം സ്വന്തം അനിയൻ മരണപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ അവരുടെ ഒരു ഇപ്പോഴത്തുള്ള ഒരു മാനസികം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ ഒരു ചേച്ചിയാണെങ്കിൽ ഈ ഒരു സഹോദരൻ്റെ ബോഡി കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്ന് കരയുന്നത് ഞാൻ അതിങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഇത് ഈ ചേച്ചിയുടെ അവസ്ഥ ആണ് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് അത്രത്തോളം സങ്കടം തോന്നും. അത്രത്തോളം സ്നേഹിച്ച ഒരു അനിയൻ, അല്ലെങ്കിൽ അവരൊരുമിച്ച് ചെറുപ്പകാലം തൊട്ട് വളർന്നു വന്നേക്കുന്ന ആ ഒരു സഹോദരൻ ഇനി നാളെ മുതൽ ഇല്ല എന്നറിയുന്ന ആ ഒരു റിയാലിറ്റിയിലോട്ട് നമ്മൾ എത്തുമ്പോഴത്തേക്കിന് അതൊരു ഭീകര അവസ്ഥ തന്നെയാണ്. ഓക്കെ, അപ്പം ഇതിനെക്കാട്ടിൽ ഭയങ്കര ഭീകരമായിട്ടൊരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ച ഈ ഒരു പയ്യൻ്റെ ആണെങ്കിൽ അമ്മ, ഇവരുടെ ആണെങ്കിൽ അമ്മയാണെങ്കിൽ വയ്യാണ്ട് കിടക്കണം. ഈ അമ്മയ്ക്കും കാട്ടാനയുടെ ആക്രമണം ഏറ്റിട്ടുണ്ടായിരുന്നു. കാട്ടാനയുടെ ആക്രമണം ഏറ്റിട്ടാണെങ്കിൽ അങ്ങനെ വയ്യാതെ ഈ സ്ട്രെച്ചറിലാണ് ഈ ഒരു അമ്മേനെ ഒരു മകൻ്റെ ബോഡി എടുത്തോട്ട് കൊണ്ടുവന്നേക്കുന്നത്. ആ ഒരു അമ്മയ്ക്കൊന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റാത്തൊരവസ്ഥ. കാര്യം പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം പരിക്കുകൾ പറ്റിയൊക്കെയാണ്. ശരീരത്തിൽ എവിടെയെങ്കിലും വീണ്ടും മുറിവുകളും വേദനകളും കൂടുകയാണ് അല്ലേ. മനസ്സിലെ വേദന അല്ലെങ്കിൽ പുറത്തോട്ട് ആ മനസ്സിലെ വേദന പുറത്തോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു വേദന, ശരീരത്തിൻ്റെ വേദന തന്നെ വീണ്ടും കൂടുകയാണ്. രണ്ടും കൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അത്രത്തോളം വലിയൊരു സിറ്റുവേഷനാണ്. ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പയ്യനാണെങ്കിൽ കൊല്ലത്ത് വർക്ക് ചെയ്യണം, ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് തിരിച്ച് ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെ ആണെങ്കിൽ ആനിവേഴ്സറിയോട് പറഞ്ഞാൽ വെഡിങ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് അവർക്കൊരു സർപ്രൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് തിരിച്ച് പോകണം എന്നുള്ള രീതിയിലേക്ക് നിൽക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു ഇങ്ങനെ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത്. ഇത് രാത്രിയിൽ വീട്ടിലോട്ട് സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടാണെങ്കിൽ വീട്ടിലോട്ട് എത്തുന്ന ആ ഒരു വേളയിലാണെങ്കിൽ വീടിൻ്റെ അടുത്ത് ഒരു 50 മീറ്റർ തൊട്ടിപ്പുറത്ത് മാറി വെച്ചിട്ടാണ് ഇതുപോലെ കാട്ടാനയുടെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അപ്പം സൈഡിലെന്തോ അവിടെ സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത് ഇരുട്ടത്ത് അവിടെ പ്ലാവിൽ നിന്ന് എന്തോ ആന ചക്ക പറിക്കുക അങ്ങനെ എന്തോ ഒരു സംഭവം എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ നടന്നപ്പോൾ ഫോണിൻ്റെ ഫ്ലാഷും കൊണ്ടാണ്, അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫോണിൻ്റെ ഫ്ലാഷ്
പാഷൻ പിടിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്. ആ ഒരു ടൈമിൽ ആന ഇത് കണ്ടിട്ടാണെങ്കിൽ ഇവരുടെ നേരെ വരികയും പിന്നീട് ഇവരെ ആക്രമിക്കുകയായിരുന്നു. നേരെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു അമ്മയായിരുന്നു, ഈ ഒരു അലൻ്റെ ആണെങ്കിൽ അമ്മയായിരുന്നു ഫ്രണ്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയെ മാറ്റിയുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഈ പറയുന്ന കാട്ടാനയുടെ കൊമ്പ് കൊണ്ട് കയറിയിട്ട് നെഞ്ചിൽ തുളച്ച് കയറിയിട്ട് ഈ ഒരു എല്ലുണ്ടല്ലോ, എല്ല് ഹൃദയത്തിലോട്ട് തുളച്ച് കയറിയിട്ടായിരുന്നു മരണം സംഭവിച്ചിരിക്കുന്നത്. പിന്നീടാണെങ്കിൽ ഉള്ള ജീവനം വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു അമ്മയാണെങ്കിൽ ഈ ആൻമേരി എന്ന ആ ചേച്ചീനെയും ബാക്കി നാട്ടുകാരെ എല്ലാം വിളിച്ച് അറിയിക്കുകയും കാര്യങ്ങളൊക്കെ എത്തി. അങ്ങനെ ഇവർ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴത്തേക്കിനും ഈ ഒരു അലൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി എന്ത് തന്നെയാണെങ്കിലും ഈ അടുത്ത് അല്ലെങ്കിൽ അവിടെ ആണെങ്കിൽ നിരന്തരം ഇങ്ങനെ കാട്ടാനയുടെ ശല്യം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ നിവേദനം അടുത്ത നാട്ടുകാരൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം കൊടുത്തപ്പോൾ ഫോറസ്റ്റുകാർ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു ജസ്റ്റ് ഒരു വേലി കെട്ടി വെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു കാട്ടാനയുടെ മുന്നിൽ ഒരു വേലി കെട്ടി വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു വേലി കെട്ടി എന്ന് പറഞ്ഞാൽ അവിടെ പന്നിയുടെ ശല്യമൊക്കെ നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ളതാണ്. അപ്പം അങ്ങനെ ഒരു വേലി കെട്ടിയാൽ തന്നെ ആണെങ്കിൽ അതും തുളച്ച് കയറിയിട്ട് പന്നി വരുന്നതാണ്. അപ്പോൾ അവിടെ ഒരു വേലി കെട്ടിയിട്ട് ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നുമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നിരന്തരമുള്ള ഈ ഒരു കാട്ടാനയുടെ ശല്യം കാരണം പല ആൾക്കാരും അവിടുന്ന് വീട് താമസം മാറി പോകേണ്ട ഒരു സാഹചര്യം വരെ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പാലക്കാട് മാത്രമല്ല, ഈ ഒരു വയനാട് അത്തരം ഏരിയകളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടിയ ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മുടെ സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ പുലിയുടെ ശല്യം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. എന്താണെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നേക്കുന്ന ഒരു ന്യൂസ് ബൈറ്റ് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. രാത്രി 7:30ക്കും 8:00നും ഇടയിലാണ് ഈ സംഭവം ഉണ്ടായത്. സഹോദരിയുടെ വീട്ടിൽ നിന്ന് വരികയായിരുന്നു അലനും അമ്മ വിജിയും. വരുന്നതിനിടെ അടുത്തുള്ള കടയിൽ കയറി വീട്ടിലേക്ക് ആവശ്യമായ പാൽ ഉൾപ്പെടെയുള്ള അത്യാവശ്യ സാധനങ്ങളും വാങ്ങി. ഈ സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല, വൈദ്യുതി ബന്ധം ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തീർത്തും ഇരുട്ടിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു വഴിയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഈ കാട്ടാനയുടെ ശല്യം ഇത്ര അമിതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയയിൽ അവിടുത്തെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവർ കാണിക്കേണ്ടതല്ലേ? അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന വലിയൊരു വീഴ്ചയാണ്. കാട്ടാന മുന്നിൽപ്പെട്ടത് ഇവർ രണ്ടുപേരും കാണുകയും ഉണ്ടായില്ല. ആദ്യം കാട്ടാന ആക്രമിക്കാൻ അടുത്തത് അമ്മ വിജയാണ്. അപ്പോൾ അമ്മയെ രക്ഷപ്പെടുത്തുന്നതിനിടെയാണ് ഈ അലന്റെ നേരെ ആക്രമണം ഉണ്ടായത്. ഈ കൊമ്പുകൊണ്ട് അലന്റെ ഇടത് നെഞ്ചിലേക്ക് ആഴത്തിൽ കുത്തുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. നെഞ്ചിനേറ്റ പരിക്കാണ് അപകട കാരണമായത്. അമിത രക്തസ്രാവം ഉണ്ടായി. അമ്മ കയ്യിലുള്ള ഫോൺ വെച്ച് സഹോദരി, അതായത് മകളെ വിളിക്കുന്നു. മകൾ തൊട്ടടുത്തുള്ള വീട്ടുകാരെ വിളിക്കുന്നു. അവരാദ്യം വിചാരിച്ചത് വീട്ടിനകത്താണ് ആക്രമണം ഉണ്ടായതെന്നാണ്. അവിടേക്ക് പോയി നോക്കുന്നു, അവിടെ കണ്ടില്ല. പിന്നീട് ആളുകളേറെ പേടിച്ച് കുറെ സമയമെടുത്താണ് ഇവിടേക്ക് വന്ന് നോക്കുന്നത്. അപ്പോഴാണ് അമ്മയെയും മകനെയും കാണുന്നത്. അലൻ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിലെത്തുമ്പോഴേക്കും അലന്റെ മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി 3 കാട്ടാനകളാണ് ഈ പ്രദേശത്ത് ചുറ്റിപ്പറ്റി നിന്നിരുന്നത്. പലപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരൊക്കെ വരും, പടക്കം പൊട്ടിക്കും, ബഹളം ഉണ്ടാക്കും, കയറ്റിവിടും. പക്ഷെ അപ്പോഴും ഉൾക്കാട്ടിലേക്ക് ആന പോയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെയും ഈ പ്രദേശത്ത് കാട്ടാന ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായൊരു മുന്നറിയിപ്പ് പ്രദേശവാസികൾക്ക് നൽകിയില്ല. അങ്ങനെ നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല. കാരണം അലന്റെ വീടിന്റെ വെറും 50 മീറ്റർ നടന്നാൽ അവർ വീടെത്തുമായിരുന്നു. അതിനിടയിലാണ് ഈ അപകടം. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്ന, അതേപോലത്തെ അവിടുത്തെ ആ ഒരു പഞ്ചായത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഭാഗത്ത് വന്നേക്കുന്ന വീഴ്ച കുറച്ച് അധികം വലുത് തന്നെയാണ്. അത്രയും സീരിയസ് ആയിട്ടുള്ള വീഴ്ചകൾ തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ സ്ഥലം ഇവിടെ പത്തനംതിട്ട കോന്നിയിൽ അതിരിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ വരെ ഞങ്ങളെല്ലാവരും കൂടെ പുലിപ്പേടിയിലായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. രാത്രി കാലങ്ങളിൽ ഇറങ്ങാനെ കൊണ്ട് അത്രയും പേടിയായിരുന്നു. അതേപോലെ തന്നെ വെളുപ്പം കാലത്ത് ഇവിടെ ഒരു റബ്ബർ വെട്ടിൻ്റെ ആൾക്കാർ കുറച്ച് അധികമുള്ള ഒരു ഏരിയയാണ് ഞങ്ങളുടെ ഇവിടെ. അപ്പോൾ വെളുപ്പം കാലത്തായിരിക്കും ഇവർ കൂടുതൽ പോകുന്നത്. അപ്പോൾ ഈ ഒരു പുലിയുടെ ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഇവിടെ നാട്ടിൽ പുലി ഇറങ്ങിയെന്നും അല്ലെങ്കിൽ ഇതിൻ്റെ അവയർനെസ്സും കാര്യങ്ങളൊക്കെ ആൾക്കാർ എത്തിയതും അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണമെന്നും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ അറിയിപ്പ് നൽകി വലിയ വിളംബരം നടത്തിയതിൻ്റെ പേരിലൊന്നും അല്ലാതെ അറിയുന്നത്. ഫേസ്ബുക്കിലൂടെ ആരൊക്കെയോ ഒക്കെ ഇന്നവരുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ CCTVയുടെ ദൃശ്യങ്ങളിലാണെങ്കിൽ പുലിയെ കണ്ടു, അവിടെ നോട്ടീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ കുറേ ആൾക്കാർ ഇങ്ങനെ പോസ്റ്റ് ചെയ്തു. അത് പിന്നെ നമ്മുടെ വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ അവരിടയ്ക്കെന്തോ ആണെങ്കിൽ ഈ ഒരു ഡ്രോൺ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു പുലിനെ സെൻസ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു ടൈപ്പ് ഓഫ് ഡ്രോൺ അതൊക്കെ കൊണ്ടുവന്നിട്ട് വലിയൊരു പ്രവർത്തന കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് പുലി എവിടെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നീട് കൂട്ടിനകത്ത് കെണിയിൽ പെടുകയായിരുന്നു പുലി. അതും എത്ര നാൾക്ക് ശേഷമാണ്. എന്നിട്ട് ഒരു 4 പുലികൾ എന്തോ ഒരുമിച്ചാണ് ഇങ്ങോട്ട് ഇറങ്ങിയെന്നുള്ളത് ആരോ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടു. അങ്ങനെ ആദ്യം ഒരു പുലിനെ പിടിച്ചു, രണ്ടാമത് ഒരു 1.5 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു പുലിനെ പിടിച്ചു. ഇപ്പോഴും 2 എണ്ണം എവിടെയാണെന്നുള്ളത് ആർക്കും ഒരു പിടുത്തമില്ല. ഇവിടെ തന്നെ ഉണ്ടോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. ചിലപ്പോൾ നാളുകളിൽ ഇപ്പം അവർക്ക് ഈ ഒരു വീഴ്ചകൾ വന്നേക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ പറഞ്ഞില്ലേ. അപ്പം അതേപോലെ നാളെ ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ യൂട്യൂബർ ഇപ്പം നമ്മളും ഇതുപോലെ പുലി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നാളുകളിൽ വാർത്ത കേട്ടെന്ന് വന്നേക്കാം. ഇവിടെ ഈ ഒരു അലന്റെ കേസിലാണെങ്കിൽ ആ ഒരു അവിടെ സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന കുറച്ച് മുന്നേ ആണെങ്കിൽ ആനെ കണ്ടു അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും വിളിച്ചിരിക്കുമെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ. അതുപോലും ആ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ അഭാവം കൊണ്ടിട്ടാണ് ഇപ്പം അങ്ങനെ ഒരു ദുരന്തത്തിലൂടെ അവർക്ക് പോകേണ്ടതായിട്ട് വന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. എന്തിനാണെങ്കിലും അവരെ കുറച്ച് സുഹൃത്തുക്കളും നാട്ടുകാരൊക്കെ പറയുന്ന കാര്യം കൂടെ ഇങ്ങോട്ട് വെക്കാൻ. അലൻ കൊല്ലത്ത് ജോലി എടുക്കുകയായിരുന്നില്ലേ? അപ്പൊ എന്നാ ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്തത്? 4-ാം തീയതിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ അതിനുശേഷം ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇവരുടെ അപ്പൻ്റെയും അമ്മയുടെയും. അതിനുവേണ്ടി വൈകുന്നേരം സർപ്രൈസ് ആയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അപ്പൻ്റെ അടുത്ത് പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല, നല്ല മഴയായിരുന്നു.
അപ്പോൾ ബാക്കിൽ നിന്ന് വന്നു എന്നാണ് പറയുന്നത്. ബാക്കിൽ നിന്ന് വന്നിട്ട് ആക്രമിച്ചു. കാരണം ഒരു ഫോൺ ഫ്ലാഷ് അടിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഒരു ഫോൺ ഫ്ലാഷിൽ എന്തായാലും ദൂരമുള്ള ആനയെ നമുക്ക് കാണാനും പറ്റില്ല. പിന്നെ ബാക്കിൽ നിന്ന് വന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോഴും അതാണ് MLA ഒന്നും അവർക്ക് വേണ്ട ഫണ്ട് എന്താണെന്ന് വെച്ചാൽ ശരിയാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞാനെന്ത് ചെയ്യാനാണ് എന്നാണ് പറയുന്നത് അവർ. ഇവർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ 4 ലക്ഷം രൂപയും നഷ്ടപരിഹാരമായിട്ട് അല്ലെങ്കിൽ പിന്നീട് ചികിത്സ ചെലവിനാണെങ്കിൽ 1 ലക്ഷം രൂപയൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ല കാര്യം തന്നെ. അപ്പോൾ ഈ ഒരു MLA ചോദിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യാനാണെന്ന്. എന്ത് ചെയ്യാനാണെന്ന് ഓൾറെഡി അവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഈ പറയുന്ന കാട്ടാനയുടെ ശല്യമുണ്ടെന്ന ആ ഒരു വീതിയിൽ നടക്കുന്ന ടൈമിൽ അവിടെ ഒരു മിനിമം ഒരു സ്ട്രീറ്റ് ലൈറ്റ് എങ്കിലും സ്ഥാപിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതല്ലേ. എന്നിട്ട് ഇപ്പൊ പറയുകയാണ് ഞാൻ എന്ത് ചെയ്യാനാണെന്ന്. ഞങ്ങൾ 4 മാസമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ കൃഷിയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ വാടക കൊടുത്തിട്ട് ഇപ്പോൾ മുണ്ടൂരാണ് താമസിക്കുന്നത്. പലപ്പോഴും രാത്രി 8 മണിക്ക് ശേഷം നമുക്ക് കടയൊക്കെ പണി കഴിഞ്ഞ് വരുമ്പം മറ്റുള്ളവരുടെ പണിക്ക് പോകുമ്പം അവർ പറയുന്ന സമയത്തല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഉപജീവനത്തിന് വേണ്ടി ജോലിക്ക് പോകുന്നവരാണ് ഞങ്ങൾ. രാത്രി ഇറങ്ങാൻ പറ്റുന്നില്ല. കുരങ്ങ്, ആന, മലയണ്ണാൻ, ഇത് 3ന്റെ ശല്യം കാരണം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇപ്പം. ഇതെല്ലാം ഇവിടെ ഇട്ട് ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. വനം വകുപ്പ് എന്താ പറയണത്? ഈ ആനകൾ സ്ഥിരം ഇങ്ങനെ പരിസരത്ത് തമ്പടിക്കും. ഒരു 6 മണിയാകുമ്പോൾ വന്ന് ഈ മലയിൽ ഈ ഭാഗത്തുനിന്ന് പൊട്ടിച്ച് പടക്കം പൊട്ടിച്ച് അങ്ങോട്ട് വിടും. അപ്പോൾ ആ ഭാഗത്തുള്ളവർ അവരെ വിളിക്കുമ്പോൾ അവർ ആ ഭാഗത്തുനിന്ന് പൊട്ടിച്ച്, എന്നാലും ഉൾക്കാടിലേക്ക് ഒരിക്കലും ഈ ആന കയറി പോകുന്നില്ല. ഇത് ഇവിടങ്ങൾ വിട്ടു പോകണേ ഇല്ല. അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി. ഈ അലന്റെ മരണത്തെ തുടർന്നിട്ടാണെങ്കിൽ അവിടെ പ്രതിഷേധവും സമരവും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്തുതന്നെയാണെങ്കിലും ഇവിടെ സ്വന്തം നാട്ടിൽ നമ്മൾ കഷ്ടപ്പെട്ട ജീവിതത്തിലെ വലിയ സമ്പാദ്യങ്ങളെല്ലാം സ്വരുക്കൂട്ടി വെച്ച് ഉണ്ടാക്കി വെച്ച വീട്ടിൽ നിന്നും ഈ ശല്യങ്ങൾ കാരണം വേറെ താമസം മാറിപ്പോയി വാടക വീട്ടിൽ പോയി താമസിക്കേണ്ടി വരുന്ന ആ ഒരു ഗതികെട്ട ഒരു അവസ്ഥ അല്ല. എന്തുതന്നെയാണെങ്കിലും ഞാൻ ഇപ്പോഴും പറഞ്ഞു, അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു അല്ലേ. അപ്പോൾ എന്തിനാണെങ്കിൽ ഈ ഒരു വിഷയത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി, ബൈ.